നമസ്കാരം. ഇന്നത്തെ ആയുർജീവനത്തിൽ ഞാൻ പറയുന്നത് വളരെ സാധാരണമായിട്ടും ഏവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുമായ ഒരു വിഷയമാണ്. മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ ഹെയർ ലോസ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. മുടി കൊഴിച്ചിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. മുടി കൊഴിയുന്നത് തന്നെയാണ്. സ്ത്രീകളിലാണെങ്കിൽ മുടിയുടെ കട്ടി കുറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രാരംഭ ലക്ഷണം. പുരുഷന്മാർക്കാണെങ്കിൽ ബാൾഡ് പാച്ചസ് അല്ലെങ്കിൽ അവിടെ നമ്മുടെ സ്കാൽപ്പ് കാണാൻ തുടങ്ങും. ഇതൊക്കെയാണ് മുടി കൊഴിച്ചിലിൻ്റെ സിംറ്റം എന്ന് പറയുന്നത്. മുടി കൊഴിച്ചിലിൻ്റെ അല്ലെങ്കിൽ ഹെയർ ലോസിൻ്റെ കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണം അനീമിയയാണ്. അനീമിക് ആയിട്ടുള്ളവർക്ക് ഡെഫിനറ്റ്ലി ഒരു ഹെയർ ലോസിൻ്റെ ഇഷ്യൂ ഉണ്ടാവും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിലുള്ള ന്യൂട്രീഷൻ്റെ ലാക്ക് തന്നെയാണ്. അതുപോലെ തന്നെയാണ് വൈറ്റമിൻ B6-ൻ്റെയും ഫോളിക് ആസിഡിൻ്റെയും ഒക്കെ കുറവും ഈ മുടി കൊഴിച്ചിലിനൊരു കാരണമാണ്. മൊത്തത്തിൽ നമ്മുടെ ഒരു പോഷകപ്രദമായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഈ ഹെയർ ലോസ് വരാം. അതുകൂടാതെ സ്ട്രെസ്സ് കൊണ്ടുവരാം, വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷീണം, അമിത അധ്വാനം കൊണ്ടുള്ള ക്ഷീണം കൊണ്ടുവരാം. പിന്നെ വരുന്നത് ഏറ്റവും പ്രധാന കാരണമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ പൈതൃകമായിട്ട് ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ തലയോട്ടി വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിലും ഈ ന്യൂട്രീഷൻ ഒന്നും തലയ്ക്കുള്ളിൽ ചെല്ലാതെ മുടിയുടെ വളർച്ചയും മുടി കൊഴിച്ചിലിനും അതൊരു കാരണമായിട്ട് മാറാറുണ്ട്. ഹെയർ ലോസിന് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഹോം റെമഡീസാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, മുടിക്ക് ഏറ്റവും പ്രധാനം നെല്ലിക്ക തന്നെയാണ്. നെല്ലിക്ക കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഡെയിലി ഫുഡിൽ നെല്ലിക്ക ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ നെല്ലിക്ക ഇത് ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. കുരു എടുത്ത് മാറ്റിയിട്ട് നെല്ലിക്ക ചതച്ച് ഈ ഒരു ഫോമിലാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് 1/4 മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയുന്നത് വളരെ എഫക്റ്റീവായിട്ട് ഹെയർ ലോസിനെ കൺട്രോൾ ചെയ്യും. ഹെയർ ലോസിൻ്റെ മറ്റൊരു റെമഡി ഒരു ഹോം മെയ്ഡ് ഹെർബൽ ഷാംപൂ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് 4 ഇൻഗ്രീഡിയൻസ് ആണ്. നാരങ്ങ, ഉലുവ, പച്ചപ്പയർ അല്ലെങ്കിൽ ചെറുപയർ അല്ലെങ്കിൽ ഗ്രീൻ ഗ്രാം എന്ന് നമ്മൾ പറയുന്നത്, പിന്നെ ചീവക്കായ് പൊടി, ശിക്കക്കായ് പൗഡർ എന്ന് പറയും, ചീവക്കാ പൊടി എന്ന് നമ്മൾ സാധാരണ പറയും. അതിന് സോപ്പ് നട്ട് പൗഡർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ഇതിൻ്റെ ഇത് 4 കൂടിയിട്ട് പൊടിച്ചിട്ടുള്ള ഒരു ഹെർബൽ ഷാംപൂ ആണ്. ഇതിങ്ങനെ പൗഡർ ചെയ്ത് വെച്ചിട്ട് അതിന് വേണമെന്നുള്ളപ്പോൾ ഷാംപൂ ആയിട്ട് വെള്ളത്തിൽ തേച്ച് സ്കാൽപ്പിൽ പിടിപ്പിച്ച് കളയാവുന്നതാണ്. അതിൻ്റെ ഒരു പ്രപ്പോർഷൻ ഞാൻ പറയാം. ഒരു നാരങ്ങയുടെ ഒരു ഹാഫ് അല്ലെങ്കിൽ പകുതി നാരങ്ങയ്ക്ക് ഒരു 2 ടീസ്പൂൺ ഉലുവ, 2 ടീസ്പൂൺ ഗ്രീൻ ഗ്രാം അല്ലെങ്കിൽ ചെറുപയർ, 3 ടീസ്പൂൺ ചീവക്കായ് പൊടി അല്ലെങ്കിൽ സോപ്പ് നട്ട് പൗഡർ. ഇത് ഇത്രയും കൂടിയിട്ട് പൊടിച്ച ഒരു പൗഡറാണിത്. ഈ പൗഡർ നമുക്ക് വീട്ടിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഈ പൗഡർ വെള്ളത്തിൽ ചേർത്ത്, ഈ ചീവക്കായ് പൊടി നല്ലൊരു ഷാംപൂവിൻ്റെ എഫക്റ്റ് ഉള്ള ഒരു സാധനമാണ്, നല്ലൊരു പതയുന്നൊരു പൊടിയാണത്. ഇത് തേച്ച് നമ്മുടെ സ്കാൽപ്പിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ വെച്ചിട്ട് കഴുകി കളയുന്നത്. അതായത് റെഗുലർ ഷാംപൂവിന് പകരം ഈ പൗഡർ യൂസ് ചെയ്താൽ നമുക്ക് ഹെയർ ലോസ് ഡെഫിനറ്റായിട്ട് മിനിമൈസ് ചെയ്യാം. കാരണം ഷാംപൂവിൽ കെമിക്കൽസ് ഉണ്ട്, അത് നമ്മുടെ തലയുടെ ന്യൂട്രീഷനെ ബാധിക്കും, ചൂട് കൂട്ടും സ്കാൽപ്പിന്. ഇതൊക്കെ കൊണ്ട് ഷാംപൂ അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പൗഡർ യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു റെമഡിയാണ്. ഈ ഹെയർ ലോസിനുള്ള മറ്റൊരു എഫക്റ്റീവ് റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വേപ്പിലയുടെ ഉപയോഗം തന്നെയാണ്. വേപ്പിൻ്റെ ഇല ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. ഒരു കൈപ്പിടി നിറച്ചുള്ള വേപ്പിൻ്റെ ഇല ചതച്ചതാണ്. ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ലിറ്റർ അല്ലെങ്കിൽ 2 ലിറ്റർ വെള്ളത്തിന് ഇത്രയും വേപ്പില ചതച്ചത് വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അത് തണുത്ത് ആ ഡിക്കോക്ഷൻ, അതായത് നീം ഡിക്കോക്ഷനാണത്, അത് വെച്ചിട്ട് നമ്മുടെ തലയോട്ടിയും മുടിയും എല്ലാം കഴുകുന്നതും ഈ ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വളരെ നല്ലൊരു റെമഡിയാണ്. ഹെയർ ലോസിന് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് അല്ലാണ്ട് വേറെ ഒരുപാട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു. ആ കാരണങ്ങളൊക്കെ നമുക്ക് ഡെഫിനറ്റ്ലി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാറ്റാവുന്നതാണ്. ഏറ്റവും പ്രധാനം അനീമിയ ഒഴിവാക്കാൻ നമ്മൾ മാതളം, ബീട്രൂട്ട് പോലുള്ള ഭക്ഷണങ്ങൾ, അനീമിയയുടെ സെഗ്മെൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു, അങ്ങനത്തെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, നെല്ലിക്ക കൂടുതലായിട്ട് കഴിക്കുക. ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സ്കാൽപ്പ് വൃത്തിയായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 85% പ്രൊട്ടക്ഷൻ നമുക്ക് ഹെയർ ലോസിൽ നിന്ന് നേടാവുന്നതാണ്. നാളെ വീണ്ടും കാണാം. ബൈ. ആയുർജീവനം